ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം ചതുർദശ അധ്യായം. പമ്പാമാഹാത്മ്യവും ഭഗവത് പൂജാക്രമങ്ങളും. സാമോദപൂർവം ആശൗനകനായുള്ള മാമുനിയോടുര ചെയ്തിതു സൂതനും. പിന്നെയും കുംഭജതാപസൻ പന്തളമന്നവനോടുര ചെയ്തു തുടങ്ങിനാൻ. സാരമേറിയിടുന്ന പുണ്യതീർത്ഥങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്നു ചേർത്തിടുവാൻ ഖണ്ഡപരശുവെ ഭക്ത്യാ തപം ചെയ്തു ദണ്ഡമന്യേ വരം വാങ്ങിച്ചു ഭാർഗവൻ. പുണ്യതീർത്ഥങ്ങളെല്ലാം ചേർത്തു കേരളമന്നിടം തന്നിൽ ഒരു തീർത്ഥമാക്കിനാൻ. നാമമതിനിട്ടു പമ്പാനദി എന്ന് ആമോദമോടതിനർത്ഥവും ചൊല്ലിനാൻ. പ എന്ന ധാതുവിൽ നിന്നുളവായതു പമ്പ എന്നുള്ളൊരു നാമം മഹീപദേ. പാലനത്തിങ്കലും പാവനത്തിങ്കലും പാനത്തിലും ധാതു പാ എന്നു വന്നിടും. പാപികളെ പരിശുദ്ധരാക്കി തീർത്തു പാലനം ചെയ്തിടും ആ തീർത്ഥം ആകയാൽ വന്നിതു പമ്പ എന്നുള്ളൊരു നാമവും. മന്നവ മൗലേ ധരിച്ചു കൊള്ളുക ഭവാൻ. തീർത്ഥമാഹാത്മ്യമിന്നും കഥിച്ചിടുകിൽ പേർത്തതും ചറുവിധ ചറുവണമായി വരും എന്നതുമൂലം അതു ചൊല്ലുന്നതില്ല ഞാൻ. മന്നവാ ഭൂദേശ പൂജയെ ചൊല്ലുവൻ. യാതൊരു പൂജയാ ദേവവൃന്ദങ്ങളും മേദിനീ നായക സ്വർഗസ്ഥരായതും. യാതൊരു പൂജയാ കാർത്തവീര്യാർജുനമേദിനി നാഥൻ കൃതാർത്ഥനായി വന്നതും. അങ്ങനെയുള്ളൊരു പൂജാപ്രകാരങ്ങളിന്നു ചുരുക്കി ഞാൻ നിന്നോടു ചൊല്ലുവൻ. മുന്നം കൃതവീര്യനന്ദനായുള്ള മന്നവൻ അർജുനൻ എത്രയും ബുദ്ധിമാൻ. തന്നെ ദേശികനായുള്ള ദത്തനെ ചെന്നു വന്ദിച്ചുണർത്തിച്ചു മോദാന്വിതം. യാതൊരു ദേവനെ പൂജിച്ചു കൊള്ളുകിൽ ചേതസ്സെനിക്കു പരിശുദ്ധമായി വരും. അങ്ങനെയുള്ളൊരു പൂജാപ്രകാരങ്ങളിങ്ങുപദേശിച്ചരുളിടണം വിഭോ. ചൊന്നാൻ അതു കേട്ടു ദത്തനും മോദേന. മന്നവാ നീ മഹാഭാഗ്യശാലി ദൃഢം. ചേതസുശുദ്ധമാക്കേണം എന്നല്ലയോ മേദിനീനാഥാ ഭവാനുള്ള വാഞ്ചിതം. ഇന്നതിൽ മീതേ കൃതാർത്ഥത മർത്യർക്കു വന്നിടുവാൻ ഒന്നുമില്ല എന്നറികടൂ. ഒന്നായ ബ്രഹ്മത്തിൽ നിന്നുത്ഭവിക്കുന്നു മന്നവ മായയാ ദേവകളൊക്കെയും. ഒന്നു ഗുണം ഒന്നു ദോഷം എന്നുള്ളതും ഒന്നും പറവാനവകാശമില്ലല്ലോ. ഓരോരോ ദേവനെ വെവ്വേറെ പൂജയ്ക്കു പാരിടേ മർത്യനു സാധ്യമായിടുമോ. ചൊല്ലാം ഗുണയുതരായുള്ള നിർജ്ജരർ ഒന്നായി നിൽപ്പതാം താരകമോർക്ക നീ. താ എന്ന ധാതുവിൽ നിന്നുളവായി വന്നു താരകം എന്നുള്ള നാമം മഹീപദേ. നന്നായി തരിക്കുന്നുവെന്നുള്ള വാക്കിനും നിന്നൊരു ധാതു
താ എന്നറിഞ്ഞിടണം. തന്നുടെ ഭക്തരെ ഘോരമാം ദുഃഖാബ്ധി തന്നിൽ നിന്നാശു തരിപ്പിക്ക കാരണം താരം എന്നുള്ള നാമം ഭവിച്ചിടുന്നു. ചേരുന്നു കാ പ്രത്യയാൽ താരകമതും. ഇങ്ങനെയുള്ളൊരു ദേവനെ പൂജിക്കിൽ അങ്ങവൻ വാഞ്ചിതം സാധ്യമായി വന്നിടും. കല്യൻ ഭവാൻ ശങ്കരെ മരിച്ചിടും എന്നല്ലോ വരം തവ തന്നതും ഞാൻ വിഭോ. വന്നടുത്തു കാലം ഏറെ വൈകിടാതെ നിന്നെ വധിക്കും പരശുരാമൻ രണേ എന്നതിൽ മുൻപാശു താരകത്തെ ഭവാൻ നന്നായി സ്മരിച്ചു മനസ്സുറപ്പിക്കണം. ദക്ഷാരിയായുള്ള ദേവൻ ദയാപരൻ ദക്ഷിണാമൂർത്തിയായി വന്നു മോദാൻവിതം. താരക ബ്രഹ്മോപദേശത്തെയല്ലയോ ഭാരത ശിഷ്യർക്കു നൽകുന്നിതെപ്പോഴും. എന്നാൽ ഇനി പൂജ ചെയ്യും പ്രകാരങ്ങൾ ഒന്നൊഴിയാതെ ചുരുക്കി പറയുവൻ. നിർമ്മമേതി മമേതി എന്നിങ്ങനെ സന്മതേ രണ്ടു വിധമുണ്ടു പൂജയും. മാനസതാരിലാണീശനെന്നോർത്തുള്ള മാനസ പൂജയാം നിർമ്മമേതിത്വവും. ഈശനു ദാസൻ അഹം എന്നുറച്ചുള്ളോരു ഈശന്റെ ബാഹ്യപൂജ മമേതിത്വവും. മുമ്പ് മമേതി നിഷ്കാമമായി ചെയ്യണം, പിൻപേതു നിർമ്മമേദിത്വത്തിൽ വന്നിടും. വിപ്രാതി ചണ്ടാള പര്യന്തമായവർക്കൊപ്പം അധികാരമുണ്ടിതിനെങ്കിലും. ഓരോരോ വർണ്ണത്തിന് ഓരോ വിധം പൂജ പാരിടെ കൽപ്പിച്ചു. ധർമ്മകർത്താക്കളും വിപ്രനു വൈദിക മന്ത്രണ പൂജയാം. വിപ്രജ്ഞയാ ക്ഷത്രിയർക്കുമതായിടാം. താന്ത്രിക വൈദികമായുള്ള മന്ത്രേണ ശാന്തരാം വൈശ്യരും പൂജ ചെയ്തിടണം. തന്ത്രിക മന്ത്രേണ മറ്റുള്ള വർണ്ണങ്ങൾ ശാന്തബുദ്ധ്യാ ദേവനെ പൂജ ചെയ്യണം. തന്ത്രങ്ങൾ ചെയ്വതെല്ലാരും ഒപ്പം തന്നെ, മന്ത്രങ്ങൾ മാത്രമേ ചെറ്റുള്ളൂ ഭേദവും. നല്ലൊരു ഉപനയനാദിയാം കർമ്മങ്ങളില്ലാത്തവർക്കില്ല വേദാധികാരവും. യാതൊരുത്തന് ഉപനീതാദി കർമ്മങ്ങൾ പ്രീതനാം ആചാര്യനിൽ നിന്നു ചേരുന്നു. വേദശബ്ദം അവൻ ഉച്ചരിക്കാം, അതിനേതുമേ ദോഷമില്ലെന്നാണു മന്മതം. ഭക്തിയുണ്ടാകിലോ താന്ത്രിക പൂജയും മുക്തിക്കൊരാസ്പദമായി വരും നിർണയം. ഭക്തിഹീനർക്കു വൈദികമാം പൂജയും മുക്തിക്കു കാരണമാകയില്ല ദൃഢം. മുന്നം ആചാര്യനിൽ നിന്നു പൂജാക്രമം എല്ലാം ഗ്രഹിക്കണം ഏതു വർണ്ണങ്ങളും. പിന്നെ വേണം പൂജ ചെയ്തു തുടങ്ങുവാൻ, എന്നാൽ ഫലം വരും മന്നവരത്നമേ. സൂര്യനുദിക്കുവാൻ 2.5 നാഴിക നേരമുള്ളപ്പോൾ ഉണർന്നിരുന്ന് ആദരാൽ ഭക്തി കൈക്കൊണ്ടു ശിരസി വിടർന്നുള്ള പത്മത്തിൽ ആചാര്യനെ സ്മരിച്ചിടണം. അന്നു താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും നന്നായി വരുവതിന് ഈശനെ പ്രാർത്ഥിച്ചു മെല്ലെ പുറത്തേക്കു ചെന്നു. ശൗചക്രിയയെല്ലാം കഴിച്ച് അതിശുദ്ധ മനസ്സോടും വേണ്ടും വിധം ഗൃഹകൃത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടവരെ ഗൃഹനാഥൻ നിയോഗിക്കണം. അല്ലെങ്കിൽ ആ ഗൃഹകാര്യത്തിൽ മാനസം ചെല്ലും, അപ്പോൾ ഇളക്കം വരും പൂജയിൽ. താമരസ സുഹൃൽ ദേവൻ ഉദിച്ചൊരു യാമം വരെ ശുദ്ധ സാത്വിക കാലമാം. പിന്നെ മാധ്യാഹ്നം വരേക്കും രജോ ഗുണം, പിന്നെ പ്രദോഷം വരേക്കും തമോ ഗുണം. രാത്രികാലത്തും ഗുണത്രയമേവമെന്ന് ഓർത്തുകൊള്ളുക ഭവാൻ പാർത്ഥിവാസത്തമാ. നല്ല സുഗന്ധ തൈല സ്നാനമുത്തമം, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചിടാം. ഇല്ലാത്തരം അതിനെങ്കിലോ ചൂടുള്ള വെള്ളത്തിലാകിലും ദോഷമില്ലേതുമേ.
അഗ്നിയോടൊത്തുള്ളൊരു ജലമെത്രയും ശുദ്ധമാണെന്നുണ്ടു പക്ഷാന്തരമതും. നല്ലോരാപോഹിഷ്ട ഇത്യാദി മന്ത്രങ്ങൾ എല്ലാം ജപിച്ചു പ്രോക്ഷിച്ചു കുളിക്കണം. ഭസ്മം ധരിച്ചു സന്ധ്യാവന്ദനം ചെയ്യുക. ഭസ്മം കുളിക്കുള്ളൊരംഗമായിടുന്നു എന്നതല്ലെങ്കിൽ കുലോചിതം എങ്ങനെയെന്നാൽ അതുപോലെ ചെയ്യണം ഏവരും. മാനസേ തൻ കുലദൈവത്തെയും ഓർത്തു മൗനിയായി പൂജാഗൃഹദ്വാരി ചെല്ലണം. പൂജയും ദ്വാരപാലന്മാർക്കുടൻ ചെയ്യുക. പൂജാഗൃഹാന്തരം പൂകണം ഭക്തിമാൻ. ആസനം തൊട്ടഭിവാദ്യവും ചെയ്യണം. ആസനം കൂർമീയം ആരണർക്കുത്തമം. ചർമാസനം 4 ജാതിക്കുമാം എന്നു നിർമ്മലന്മാരൊരു പക്ഷം പറയുന്നു. ദർഭയ്ക്കുമേൽ ആസനം വയ്ക്കണം എന്നും ഇപ്പാരിടത്തിൽ പലർ പറഞ്ഞിടുന്നു. താതാതിരക്ഷിവർഗങ്ങളെ വന്ദിച്ചു മോദമോടാസനത്തിന്മേലിരിക്കണം. വിപ്രനും ശൂദ്രാദികൾക്കുമോർത്തിടുകിൽ പത്മാസനം പൂണ്ടിരിപ്പതു നല്ലതാം. ഊരുജബാഹുജന്മാർക്കു വീരാസനം ചേരും എന്നത്രേ ശാസ്ത്രങ്ങൾ വിധിപ്പതും. സംഭാരജാലങ്ങൾ പൂജയ്ക്കു വേണ്ടവ സംഭരിച്ചിടണം മുമ്പിലെ പൂജകൻ. പുഷ്പവും അക്ഷതം ഗന്ധവും ശുദ്ധമാമപ്പും പ്രഭയുള്ള ദീപവും ധൂപവും അഷ്ടഗന്ധം നല്ല കർപ്പൂരഖണ്ഡവും പുഷ്പസൗരഭ്യമീളുന്ന സാമ്പ്രാണിയും വെറ്റില പൂഗഘൃതം ഇവയൊക്കെയും ശക്തി പോൽ പൂജാഗൃഹത്തിൽ വച്ചിടണം. കേതകി കിംശുകവും കുടജമതും ചൂതസുമങ്ങളും കാപാലപുഷ്പവും പൂജയ്ക്കുപരം നിഷേധമായിടുന്നു. പൂജിക്കരുതതുകൊണ്ടൊരു ദേവനെ. വില്വപത്രം തുളസീദളം പിച്ചകം മുല്ലയും ചേമന്തി ചെത്തി മന്ദാരവും തുമ്പയും പാരിജാതത്തിൽ സുമമതും ചെമ്പകം കർപ്പൂരമഞ്ജീര പുഷ്പവും നല്ല പുഷ്പങ്ങൾ ഇത്യാദിയായുള്ളവയെല്ലാവിധമുള്ള പൂജയ്ക്കും നല്ലതാം. പങ്കജപുഷ്പം തുളസീദളമതും ശങ്കയില്ലല്ലോ സുമത്തിലും സാരമാം. കാരകിൽ കച്ചൂരവും കൊട്ടവും നല്ല സൗരഭ്യമുള്ള രാമച്ചവും ചന്ദനം കണ്ടിവെണ്ണ ഇരുവേലിയും കേസരം കണ്ടുകൊള്ളുക അഷ്ടഗന്ധങ്ങളിവകളാം. പട്ടാമ്പരമതോ വെള്ളവസ്ത്രമതോ ഇഷ്ടമേതെന്നാൽ ഉടുത്തിടാമെങ്കിലും താരകബ്രഹ്മത്തിനെ പൂജ ചെയ്യുവാൻ ചാരുനീലാംബരം മുഖ്യമായിടുന്നു. മാലയും ഭസ്മക്കുറികളും മേനിയിൽ ചാലവേ പൂണ്ടിരിക്കണം അപ്പൂജകൻ. സങ്കൽപ്പവും ചെയ്തു പൂജക്കിരിക്കണം. സങ്കടം തീരുവാനായി അതിഭക്തിമാൻ തന്നിഷ്ടദേവൻ അഭിവാദ്യവും ചെയ്തു. പിന്നെ ആ ഭൈരവനോടാജ്ഞയും വാങ്ങി ഗംഗേജ ഇത്യാദി മന്ത്രം ജപിച്ചുടൻ ഗംഗയെ കത്തുന്ന ദീപത്തിൽ നിന്നുടൻ ആവാഹനം ചെയ്തു ദക്ഷിണഭാഗസ്ഥമായ കലശത്തിലാക്കി വച്ചിടണം. പിന്നെ അവാമത ഇത്യാദി മന്ത്രങ്ങളും നന്നായി ജപിച്ചു ഗംഗാശാപവും തീർത്തു. ധേനുമുദ്രാജലെ കാട്ടി അമൃതവും ധ്യാനിച്ചു. മന്ത്രേണ 12 തർപ്പണം നല്ല പോൽ ചെയ്തു.
ഗന്ധാക്ഷത പുഷ്പങ്ങൾ തെല്ലെടുത്ത് ആ ജലം തന്നിലിട്ടിടണം. സാപുരാ സാഗരോൽപ്പന്നീതി മന്ത്രേണ സംപ്രതി ശംഖവും പൂജിച്ചു കൊള്ളണം. പിന്നെ വിധിപൂർവം ആത്മപൂജ ചെയ്തു നന്നായി ഉപന്യാസവും ചെയ്തു കൊള്ളണം. ശംഖതീർത്ഥം കൊണ്ടു പൂജയ്ക്കൊരുക്കിയ സംഭാരജാലവും പ്രോക്ഷണം ചെയ്യണം. പൂജിക്കണം വാമഭാഗേ ഗുരുവിനെ, പൂജിക്ക ദക്ഷിണഭാഗേ ഗണേശനെ. താരകത്തെ പൂജ പിന്നെ തുടങ്ങണം. ചാരുബിംബത്തിലോ സ്വസ്തികം തന്നിലോ, നല്ല സാളഗ്രാമമാം ശിലയിങ്കലോ, മുല്ലബാണാന്തകൻ തൻ്റെ ലിംഗത്തിലോ, നീലവസ്ത്രം ഒരു പീഠേ വിരിച്ചു അതിൽ നാളികേരം വയ്ക്കണം അക്ഷതോപരി. തന്നാളികേരത്തിലും പൂജ ചെയ്തിടാം ധന്യമാം താരകബ്രഹ്മത്തിനെ വിഭോ. പഞ്ചാർച്ചനം ചെയ്തു മോദേന തന്നുടെ നെഞ്ചകത്തിൽ ഗുരുനാഥൻ പറഞ്ഞ പോൽ ചിന്തിച്ചു. ദേവനെ പൂജിച്ചു ഉറപ്പിച്ചു. ഗന്ധ പുഷ്പ അക്ഷത തോയ സമന്വിതം വാമനാസാശ്വാസമാർഗമായി അങ്ങിനെ സാമോദം ആവാഹനം ചെയ്തു കൊള്ളണം. ആഗശ്വമിത്യാദി മന്ത്രവും ചൊല്ലണം. മാം പാഹിതോ ഭവ ഇത്യാദിയും ചൊല്ലണം. ആവാഹനമുദ്ര കാണിച്ചു പാദാർഘ്യം ആചമനാദികളും സമർപ്പിക്കണം. താരകശക്തിയാം ദേവിയെയും അകതാരിൽ നിനച്ചിതുപോലെ പൂജിക്കണം. മഞ്ജമാതാവെന്നു നാമം ധരിച്ചവൾ ചഞ്ചലലോചന ചാരുചന്ദ്രാനന. ചിക്ശക്തിയാമവൾ ലീലയെന്നാഖ്യയാം. മുച്ചക്തിയായി പരിചോടിരുന്നതും തച്ചക്തികൾ കൊണ്ടു ലോകം നടക്കുന്നു. തച്ചക്തിയാൽ പരിഭാതി ഖഗങ്ങളും ദർപ്പം ദിവിഷദന്മാർക്കു തീർപ്പാനും ഇങ്ങിപ്പാരിടെ ധർമ്മരക്ഷണത്തിനുമായി താരകത്തെ സഗുണീകരിച്ചുള്ളതും സാരമായുള്ളൊരു തച്ഛക്തിയാകുന്നു. രാമനും പിന്നെ ബലഭദ്രരാമനും കൃഷ്ണനും ആര്യതാദാഖ്യനും രേണുക താടക പൂതന പിന്നെയും ക്ഷോണീന്ദ്ര കേൾക്കാം കരം ഭീമഹിഷിയും. തന്നുടെ മായയെ താൻ ജയിച്ചിടുമെന്നു ഭക്തർക്കു കാട്ടിക്കൊടുക്കുവാൻ തന്നുടെ ശക്തിക്കു താമസശീലങ്ങൾ വന്നവ നീക്കി സുമുഖികളാക്കിടും. ഇന്നും ഈ കാര്യങ്ങൾ പിന്നെ പറഞ്ഞിടാം മന്നവ കേൾക്ക നീ പൂജാപ്രകാരങ്ങൾ. അർഘ്യപാദ്യാദികൾ ചെയ്തങ്ങനന്തരം ഉൾക്കൊണ്ടു ഭക്തി കലർന്നിരുന്ന് ആദരാൽ ചെയ്യുക ദളത്രയം. ദിഗ്ബന്ധനമതും ചെയ്യുക പ്രാണായാമവും
ഋഷിഛന്ദസ്സും വ്യാപകം 3 വട്ടം കരത്താൽ ചെയ്തു ഭൂപതേ ചെയ്യുക മന്ത്രന്യാസവും മൂതാ. ഭൂദേശ ഗായത്രി മന്ത്രം ജപിക്കണം, ചേതസി ഭക്തി കലർന്നങ്ങു ശക്തി പോൽ. പിന്നെ ആപോഹിഷ്ടമാദിയാം മന്ത്രേണ നന്നായി അഭിഷേകവും ചെയ്തു കൊള്ളണം. വസ്ത്രോപവീതാദി അലങ്കാര വസ്തുക്കൾ തത്ര കൽപ്പിച്ചു പഞ്ചാക്ഷരം ചെയ്യണം. പിന്നെ അങ്ങ് 8 പഞ്ചാർച്ചനവും ചെയ്തു നന്നായി മുഴക്കണം ഖണ്ഡാരവമതും. മൂലത്തിനാൽ 16 പഞ്ചാർച്ചനം ചാലവേ ചെയ്തു മണിമുഴക്കിടണം. മീനാദിയാം പഞ്ചമുദ്രയും കാട്ടണം. മാനസഭക്ത്യ നൈവേദ്യം തുടങ്ങണം. നാളികേരം, ഗുളം, അപ്പം, മലർ, അവിൽ, പാലും, കദളിപ്പഴം, പഞ്ചസാരയും പഞ്ചാമൃതം, മധുരത്രയ പാനകം, ചഞ്ചലമെന്നിയെ ശക്തി പോലായിടാം. ഇല്ലിതിനൊന്നിനും ശക്തി എന്നാകിലോ നല്ല കദളിപ്പഴമൊന്നു പോരുമേ. കേവലം താൻ ഭുജിച്ചിടാത്ത വസ്തുക്കൾ ദേവദേവങ്ങൾ നിവേദ്യമാക്കിയിടൊലാം. ഇങ്ങോട്ടും അങ്ങോട്ടും ആവാഹനം ചെയ്തു ഭംഗിയിൽ 5 പ്രാണാഹുതി ചെയ്യണം. 3 വട്ടമേവം കഴിച്ചിട്ടുടൻ ബ്രഹ്മാർപ്പണവും അവിടെ കഴിക്കണം. തന്നങ്കുലികളാൽ പഞ്ചാർച്ചനമതും ധന്യനാം പൂജകൻ പിന്നെയും ചെയ്യണം. ഉത്തരാപോഷാനം, ഹസ്തപ്രക്ഷാളനമിത്രയും ചെയ്തു നൈവേദ്യങ്ങൾ മാറ്റണം. ഗണ്ഡൂഷവും ചെയ്തു പിന്നെ കളാജിയും നന്നായി സമർപ്പിച്ചു താമ്പൂലമേകണം. പിന്നെ പരിവാര പൂജ തുടങ്ങണം. നന്നായി ഗണങ്ങൾക്കു തൃപ്തി വന്നിടുവാൻ ഹോമം ഹവിസിനാൽ ചെയ്തു കൊണ്ടിടണം. ഭൂമിപതേ ദേശികൻ അരുൾ ചെയ്ത പോൽ ദേവനെ പിന്നെയും പഞ്ചാർച്ചനം ചെയ്തു സാവധാനം മണിഘട്ടനം ചെയ്യണം. കർപ്പൂര ദീപാർത്തി മന്ത്രേണ ചെയ്യണം. ക്ഷിപ്രം കഴിക്കണം നീരാജനമതും. തീർത്ഥവും പ്രോക്ഷിച്ചു പിന്നെ പ്രസാദവും പാർത്തലേശ പൂജകൾ സ്വീകരിക്കണം. ശംഖം കമിഴ്ത്തി കുസുമവും വയ്ക്കണം. സന്തോഷമാർന്നു പുഷ്പാഞ്ജലി ചെയ്യണം. നാമസഹസ്രേണ ചെയ്യാം നാമാന്ത്യമായി സാമോദം അഷ്ടോത്തര ശതത്താലുമാം. സ്തോത്രവും നാമവും മൂലമന്ത്രമതും പേർത്തും ജപിച്ചു നമസ്കരിച്ചിടണം. സത്വരം പിന്നെ പ്രദക്ഷിണവും ചെയ്തു മത്തനെ പോൽ നിന്നു നൃത്തമാടിയിടണം. ശാന്തിസ്തവം ചെയ്തു സർവകർമ്മങ്ങളും ശാന്തനാം ദേവങ്കലർപ്പണം ചെയ്യണം. താനും ആ ദേവനും സൽഗുരുനാഥനും നൂനം ഒന്ന് എന്നുറച്ച് ആനന്ദചേതസാനാഥനെ ഉദ്വാസനം ചെയ്യണം. ഗുരുനാഥനെയും ഹൃദി ചേർത്തുകൊണ്ടിടണം. ക്ഷത്രിയ വിപ്രർക്കു പൂജ പകൽ തന്നെ യുക്തമാം. പൂജയ്ക്കു മറ്റോർക്കു രാത്രിയും. അർദ്ധരാത്രിക്കു ശേഷം പൂജ ചെയ്യുകിൽ പിറ്റേ ദിവസമാമെന്നുണ്ടു പക്ഷവും. അർദ്ധരാത്രിക്കു മുമ്പ് ഉദ്വാസനം ചെയ്വതെത്രയും ഉത്തമമായി വരും നിർണയം. ഇങ്ങനെ ചെയ്യുന്നതാവതല്ലെന്നാകിലിതിലും ചുരുക്കി പൂജ ചെയ്തിടാം. ഭക്തിയുള്ളോർ പൂജ എങ്ങനെ ചെയ്യിലും ഭക്തപ്രിയനിഷ്ടമായിട്ടു വന്നിടും. പൂജകൻ ഞാൻ എന്നടംഭേന ചെയ്യുന്ന പൂജയിൽ ഈശ്വരനിഷ്ടമില്ലൊട്ടുമേ.
ഭക്തി പൂണ്ട് ഇങ്ങനെ പൂജ ചെയ്യുന്നവർക്കുത്തമജ്ഞാനവും കൈവല്യവും വരും. മൂത്രമലങ്ങളെ സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രമാം ഈ ഗാത്രമോർത്തു കണ്ടിടുകിൽ എന്നുടെ ഭക്തർ ചുമക്കുന്നതെന്നോർത്തു നിന്നെ വധിക്കും അത്താരകനീശ്വരൻ. രംഭതൻ കായ് പഴുക്കുവോളം അതിൻ തൊണ്ടിനുണ്ടാവശ്യമെന്നറിഞ്ഞിടുക. നന്നായി പഴുക്കുകിൽ തൊണ്ടുകൊണ്ടാവശ്യമൊന്നുമില്ലെന്ന പോൽ മന്നിടേ മാനുഷൻ. സാക്ഷാൽ പരതത്വബോധിതരാകുകിൽ ആക്ഷേപമില്ല, ദേഹത്താൽ ഫലമില്ല. അത്ര നാളും നല്ല പോലെ രക്ഷിക്കണം ഈ ദേഹം, എങ്കിലേ തത്വബോധം വരൂ. ഇത്തരമെല്ലാം അരുൾ ചെയ്തെഴുന്നള്ളിദത്തനും കാർത്തവീര്യാർജുനനും മുതാ താരക ബ്രഹ്മത്തിനെ ഭജിച്ചു. ആദരാൽ പാരാതെ ചെന്നു കൈവല്യ പദവിയിൽ ചൊല്ലി ചതുർദശാധ്യായവും ഭാഷയായി തെല്ലുപോലും അറിവില്ലാത്ത ഞാൻ അഹോ വല്ലാതൊരു പിഴ വന്നെങ്കിൽ ഒക്കെയും കല്യാണദൻ ഭൂതനാഥൻ പൊറുക്കണം. ഇതി ശ്രീമദ്ഭൂതനാഥോപാഖ്യാനേ ചതുർദശാധ്യായം സമാപ്തം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥനേ ശരണമയ്യപ്പ. സർവഭൂതേശനേ ശരണമയ്യപ്പ. ധർമ്മശാസിതനേ ശരണമയ്യപ്പ. കാലകാലാത്മജനേ ശരണമയ്യപ്പ. ദേവദേവനേ ശരണമയ്യപ്പ. അന്ധകാന്തകപുത്രനേ ശരണമയ്യപ്പ. ഗുരുകാരുണ്യമൂർത്തിയേ ശരണമയ്യപ്പ. മാധവ മഹാദേവപുത്രനേ ശരണമയ്യപ്പ. ആര്യതാതനേ ശരണമയ്യപ്പ. മഞ്ചാംബികാദേവിയേ ശരണമയ്യപ്പ. തത്വമസി പൊരുളേ ശരണമയ്യപ്പ. കലിയുഗ വരദനേ ശരണമയ്യപ്പ. ദീനവത്സലനേ ശരണമയ്യപ്പ. ആധാരഭൂതനേ ശരണമയ്യപ്പ. അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ. താരക ബ്രഹ്മമേ ശരണമയ്യപ്പ. ശബരിമല വാസനേ ശരണമയ്യപ്പ.
സത്യമായ പൊന്നു 18-ാം പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ. ശരണമയ്യപ്പ.